ഐഡിയ സ്കീം 2024 ബിടെക്കിൻ്റെ അഡ്മിഷൻ ക്ലോസ് ചെയ്തു അല്ലെങ്കിൽ ഇനി ഒരു സ്പോട്ട് ഉണ്ടോ എന്നുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ കോമൻറ്റ് സെക്ഷനിൽ കാണുന്നുണ്ട്. പക്ഷേ അതിനൊരു കറക്റ്റ് റിപ്ലൈ ഇല്ലാത്തത് കൊണ്ടാണ് അതിനൊരു റിപ്ലൈ പറ്റാത്തത്. പക്ഷേ ഒരു കാര്യം പറയാം, ഇത് നമുക്ക് 50-50 ചാൻസാണ്, നോട്ട് കൺഫേം. പക്ഷേ നിങ്ങൾ അത് അങ്ങനെ ഉണ്ട് എന്നൊരു ഇതിനു വേണ്ടി നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് കൂടി വരുന്നത് കൊണ്ട് ജസ്റ്റ് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു AICT നിങ്ങൾക്ക് അറിയാമല്ലോ, AICT എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ എന്നുള്ളത് തന്നെയാണ്. അതൊരു നാഷണൽ ലെവൽ അപ്പെക്സ് അഡ്വൈസറി ബോഡിയാണ്. അപ്പോൾ നമ്മുടെ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ്റെ കാര്യങ്ങളൊക്കെ അവരൊരു കലണ്ടർ ഇറക്കും. ആ ഒരു കലണ്ടർ അനുസരിച്ചിട്ടാണ് നമ്മൾ നടത്തേണ്ടത്. അവരുടെ കലണ്ടർ അനുസരിച്ചിട്ട് September 15 മുമ്പ് അഡ്മിഷൻ ക്ലോസ് ചെയ്ത് നമ്മൾ കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ട് ക്ലാസ്സുകൾ തുടങ്ങണം എന്നാണ് എഞ്ചിനീയറിങ്ങിൻ്റെ ആ ഒരു കാര്യം പറഞ്ഞേക്കുന്നത്. എഞ്ചിനീയറിങ്ങിൻ്റെ ആണെങ്കിലും മറ്റു ചില കോഴ്സുകളുടെയൊക്കെ ആണെങ്കിലും അങ്ങനെ തന്നെയാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതനുസരിച്ചിട്ടാണ് ഈ ഒരു ബിടെക്കിൻ്റെ സ്പോട്ട് 2 സ്പോട്ട് അടുപ്പിച്ചൊക്കെ നടത്തി അതൊക്കെ ഒരുവിധമൊക്കെ ഫില്ലാക്കിയിട്ട് അവർ ക്ലാസ്സുകൾ തുടങ്ങിയത്. പക്ഷേ നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, ഈ ഒരു മെഡിക്കൽ അല്ലെങ്കിൽ മെഡിക്കൽ അലൈഡ് കോഴ്സുകളുടെ അലോട്ട്മെൻറ്റുകൾ വരുന്നതനുസരിച്ചിട്ട് സീറ്റ് വേക്കൻസി വരും എന്നുള്ളത്. ഇപ്പോൾ സെക്കൻഡ് മെഡിക്കൽ എനിക്ക് MBBSൻ്റെയൊക്കെ സെക്കൻഡ് കൗൺസിലിംഗ് ഒക്കെയാണ് നടക്കുന്നത്. ഇപ്പോൾ തന്നെ നിലവിൽ ഗവൺമെൻറ് അല്ലെങ്കിൽ എയ്ഡഡ് വിഭാഗത്തിൽ വരുന്ന കോളേജുകളിൽ ഒരു കോളേജിൽ തന്നെ നമ്മൾ സീറ്റ് വേക്കൻസി മനസ്സിലാക്കുന്നത് 12ഓളം സീറ്റുകൾ നിലവിൽ വേക്കൻസി വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അതുപോലെ എല്ലാ കോളേജുകളും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഈ കോളേജുകളും ആഗ്രഹിക്കുന്നുണ്ട്, അവരുടെ സീറ്റുകൾ ഫില്ല് ചെയ്യണം എന്നുള്ളത് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്കറിയാമല്ലോ, ഇതിന് നമുക്ക് സ്റ്റേറ്റിന് മാത്രം അങ്ങനെ ഒരു ഇത് പറയാൻ പറ്റില്ല. ഇങ്ങനെ കാര്യങ്ങൾ കുട്ടികൾക്ക് ഇതില്ലാതെ നടത്തുന്നു എന്ന് പറയാൻ പറ്റില്ല. കാരണം ഇതിൻ്റെ തീരുമാനങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു കലണ്ടർ വരുന്നത് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യേണ്ടത് AICTയുടെ കലണ്ടർ അനുസരിച്ചിട്ടാണ്, അല്ലെങ്കിൽ AICT പറയുന്ന അനുസരിച്ചിട്ടാണ്. അപ്പോൾ സ്റ്റേറ്റ് റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്, അല്ലെങ്കിൽ അതിന് വേണ്ടി ഇത് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഇനിയൊരു സ്പോട്ട് നടത്താനായിട്ടുള്ള ഒരു ഇതിനു വേണ്ടി അവർ റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. നമുക്കത് ഉറപ്പ് പറയാൻ പറ്റില്ല കേട്ടോ. AICTയുടെ ആ ഒരു അപ്രൂവൽ അതിന് കിട്ടുമോ ഇല്ലെന്നുള്ളത് നമുക്കിപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല. നമുക്കിപ്പോൾ ഇപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, മെഡിക്കൽ അല്ലെങ്കിൽ മെഡിക്കൽ അലൈഡ് കോഴ്സുകൾ നീറ്റിൻ്റെ സ്കോർ ചിലപ്പോൾ ബോർഡർ ലൈനിൽ വന്ന് നിൽക്കുന്ന കുട്ടികൾക്ക് അവർ ഓൾറെഡി എഞ്ചിനീയറിംഗിന് അഡ്മിഷൻ എടുത്തിട്ടുണ്ടാവും. പക്ഷേ അവർക്ക് അലോട്ട്മെൻറ്റ് കിട്ടണം, അവരാഗ്രഹിച്ചൊരു ചെറിയ രീതിയിലെങ്കിലും ആഗ്രഹിച്ചൊരു കോളേജ് കിട്ടണം എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ സ്ട്രേ വേക്കൻസിയൊക്കെ വരുമ്പോഴായിരിക്കും ചിലപ്പോൾ കുട്ടികൾ അല്ലെങ്കിൽ തേർഡ് അലോട്ട്മെൻറ്റുകളോ അല്ലെങ്കിൽ സ്ട്രേ വേക്കൻസിയൊക്കെ വരുമ്പോഴായിരിക്കും. അതനുസരിച്ചിട്ട് വീണ്ടും സീറ്റുകൾ എഞ്ചിനീയറിങ്ങിൻ്റെ ഒഴിവാവാനുള്ള ചാൻസും ഉണ്ട്. പക്ഷേ അവർക്ക് ഈ സീറ്റ് ഫില്ല് ചെയ്യണം അല്ലെങ്കിൽ ഇനി ഒരു സ്പോട്ട് നടത്തണം എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ അപ്രൂവൽ കിട്ടേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ പറയാറുണ്ട്, എഞ്ചിനീയറിങ്ങിന് എല്ലാ വർഷവും സീറ്റ് വേക്കൻസി ഉണ്ടാവും. ആ സീറ്റ് വേക്കൻസി സാധാരണ സെക്കൻഡ് ഇയറിലേക്ക് ബിടെക് ലാറ്ററൽ എൻട്രിയിലെ കുട്ടികൾ വരുമല്ലോ, അവർക്ക് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ 10 സീറ്റ് ഉണ്ടെങ്കിൽ ഈ പറയുന്ന വേക്കൻസി സീറ്റുകളും കൂടി ഫസ്റ്റ് ഇയറിൽ ആഡ് ചെയ്തിട്ട് അവർക്ക് ചിലപ്പോൾ ഈ 15 സീറ്റായിട്ടോ അല്ലെങ്കിൽ 20 സീറ്റായിട്ടോ ഒക്കെ ഇതാണ് ചെയ്യേണ്ടത്. പക്ഷേ ഇപ്പോൾ ഈ വർഷം ഈ NTA കുറേ നീറ്റിൻ്റെ ആ കോൺട്രവേഴ്സീസ് ഒക്കെ നടന്നതുകൊണ്ടാണ് ഇത്രയും ഒരു വലിയ ഗ്യാപ്പും ഇത്രയും ഒരു സീറ്റുകളൊക്കെ വേക്കൻസി വരാനുള്ള സാധ്യതയുള്ളത്. നമുക്ക് വെയിറ്റ് ചെയ്യാം. പിന്നെ നിങ്ങൾക്കും AICTയുടെ ഒക്കെ മെയിലൊക്കെ ID വെബ്സൈറ്റിലുണ്ടാകും, അതിലേക്കൊക്കെ നിങ്ങൾക്ക് മെയിൽ ചെയ്യാവുന്നതാണ്. ഇങ്ങനെ റിക്വസ്റ്റ് ഒക്കെ കൊടുത്തിട്ട് സീറ്റ് വേക്കൻസി ഉണ്ട്, ഞങ്ങൾക്ക് ഇനിയൊരു ഇത് ഇങ്ങനെ കൊടുക്കണം എന്നുള്ള കാര്യങ്ങളും DTEക്ക് ആണെങ്കിലും AICTക്ക് ആണെങ്കിലും നിങ്ങൾക്കും മെയിൽ ചെയ്യാവുന്നതാണ്. നമുക്ക് എന്തായാലും നോക്കാം. നിങ്ങൾ എന്തായാലും കോളേജിൻ്റെ വെബ്സൈറ്റ് വഴിയോ അല്ലെങ്കിൽ മീഡിയാസ് വഴിയോ ഒക്കെ നിങ്ങൾ അറിയാം അങ്ങനെയുള്ള സ്പോട്ടൊക്കെ ഉണ്ടെങ്കിൽ ഇടയ്ക്കൊന്ന് കോളേജിൻ്റെ വെബ്സൈറ്റുകൾ നിങ്ങൾ നോക്കുക, ഇങ്ങനെ സ്പോട്ട് ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇനി ചാൻസ് ഉള്ളത്, അങ്ങനെ ഒരു സ്പോട്ട് നടക്കാൻ ചാൻസ് ഉള്ളതാണെങ്കിൽ മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അലൈഡ് കോഴ്സുകളുടെ ഇത് ഒരു ലാസ്റ്റ് സെക്ഷനിലൊക്കെ ആകുമ്പോഴേ ആയിരിക്കും നടക്കാനുള്ള ചാൻസ്. അതുപോലെ തന്നെയാണ് ബിഫാമിൻ്റെ പിന്നെ എപ്പോഴും എല്ലാ വർഷവും അങ്ങനെ തന്നെയാണ്. മെഡിക്കൽ അലൈഡ് കോഴ്സുകൾ അല്ലെങ്കിൽ മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അലൈഡ് കോഴ്സുകളുടെയൊക്കെ ഇത് ലാസ്റ്റൊക്കെ ആകുമ്പോഴാണ് സാധാരണ ബിഫാമിൻ്റെ സ്പോട്ട് നടക്കാനുള്ള ചാൻസുകളുള്ളത്. അപ്പോൾ നിങ്ങളും കോളേജുകളുടെ വെബ്സൈറ്റും അതുപോലെ തന്നെ സിയുടെ വെബ്സൈറ്റും ബിഫാമിൻ്റെ സ്പോട്ടൊക്കെ സിയുടെ വെബ്സൈറ്റിലും DMEയുടെ വെബ്സൈറ്റിലും ഒക്കെ അവർ ഇടാറുണ്ട്, കോളേജുകളുടെ വെബ്സൈറ്റിൽ ഇടാറുണ്ട്. അപ്പോൾ ഞങ്ങളതൊക്കെ നോക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ചോദിച്ച ക്വസ്റ്റ്യൻ ആൻസർ, അതായത് ബിടെക്കിൻ്റെ അഡ്മിഷൻ ക്ലോസ് ചെയ്തോ ഇനിയൊരു സ്പോട്ട് നടക്കാനുള്ള ചാൻസ് ഉണ്ടോ, ഈ ക്വസ്റ്റ്യനുള്ള ആൻസർ കറക്റ്റായിട്ട് നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല. ഒരു സാധ്യത തെളിയുന്നുണ്ട്, പക്ഷെ നമുക്കത് കൺഫേം ആവണമെങ്കിൽ AICTയുടെ അനുകൂല നിലപാടുണ്ടാകണം. നമുക്ക് സ്റ്റേറ്റിനെ മാത്രം അങ്ങനെ പറയാൻ പറ്റില്ല. അവിടെ നിന്നുള്ള ഒരു കാര്യങ്ങളനുസരിച്ചിട്ടാണ് ഇനിയുള്ള കാര്യങ്ങളൊക്കെ നടക്കാനായിട്ടുള്ള ചാൻസ് ഉള്ളത്. ടേക്ക് കെയർ, സ്റ്റേ ബ്ലെസ്ഡ്, താങ്ക് യു.